മനുഷ്യൻ ആരാണ്? അവൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? അവൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നത് വളരെ ആവശ്യമാണ്. ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സ്വന്തമായി ചിന്തിക്കാനും തീരുമാനമെടുക്കാനും കഴിവുള്ളവനായും ധാർമ്മിക ബോധമുള്ളവനായും മണ്ണിൽ നിന്ന് മെനഞ്ഞുണ്ടാക്കി. മനുഷ്യൻ പരിണാമഫലമായി ഉരുത്തിരിഞ്ഞു വന്നതല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്ത് മഹത്വപ്പെടുത്തുക വഴി ദൈവവുമായി കൂട്ടായ്മയിലായിരിക്കുവാനും അങ്ങനെ മനുഷ്യന് സാധ്യമായ ഏറ്റവും ഉന്നതമായ സന്തോഷവും സംതൃപ്തിയും പ്രാപിക്കുവാനുമാണ്. അതിനായി അനുസരണത്തോടെ ദൈവേഷ്ടപ്രകാരമുള്ള ഒരു ജീവിതമാണ് ദൈവം മനുഷ്യനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ മനുഷ്യൻ സാത്താൻ്റെ പ്രേരണയാൽ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് പാപം ചെയ്യുകയും അങ്ങനെ ദൈവകൃപയിൽ നിന്ന് വീണു പോവുകയും ചെയ്തു. മനുഷ്യൻ ആത്മീയമായി അങ്ങനെ മരിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അങ്ങനെ ലോകത്തിൽ പാപവും രോഗവും മരണവും എല്ലാം കടന്നു. മനുഷ്യൻ സാത്താനെ അനുസരിച്ച് സാത്താൻ്റെ നിയന്ത്രണത്തിൽ അകപ്പെട്ട് ജന്മനാ പാപം നിറഞ്ഞ സ്വഭാവപ്രകൃതിയുള്ളവനായി തീർന്നു. അതിനാൽ സ്വയം രക്ഷിക്കുവാനോ സ്വന്തം പരിശ്രമവും യോഗ്യതകളും കൊണ്ട് ദൈവവുമായുള്ള ബന്ധം വീണ്ടെടുക്കുവാനോ കഴിയാത്ത വിധം മനുഷ്യൻ അധപ്പതിച്ചുപോയി. ദൈവത്തിന് സ്വീകാര്യമായ നിലവാരത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അങ്ങനെ മനുഷ്യന് കഴിവില്ലാത്തവനായി തീർന്നു. ദൈവ സ്വഭാവത്തിനെതിരായി മനുഷ്യനിലൂടെ പ്രവർത്തിക്കുന്ന സാത്താൻ്റെ സ്വാധീനവും ശക്തിയും അവൻ്റെ സ്വഭാവവുമാണ് മനുഷ്യനിലുള്ള പാപം. അവ ജഡത്തിൻ്റെ പ്രവൃത്തികളായി മനുഷ്യനിൽ പ്രകടമാകുന്നു. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് എന്നിവയെല്ലാമാണ് ജഡത്തിൻ്റെ പ്രവൃത്തികൾ പാപമായി മനുഷ്യ ജീവിതത്തിൽ, മനുഷ്യൻ്റെ വ്യക്തി ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്ന ഘടകങ്ങൾ. പാപം മൂലം മനുഷ്യൻ സാത്താൻ്റെ അടിമത്തത്തിലായി തീർന്നു. എല്ലാ മനുഷ്യരും ജന്മസ്വഭാവത്താലും സ്വതന്ത്ര തീരുമാനത്താലും പാപികളാണ്, പാപത്തിന് അടിമകളാണ്. അതിനാൽ എല്ലാ മനുഷ്യരും സാത്താൻ്റെ അടിമകളും ദൈവത്തിൻ്റെ ന്യായവിധിക്കും നരകത്തിനും അർഹരുമാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം രക്ഷ പ്രാപിക്കുവാൻ മനുഷ്യന് അവസരമുണ്ട്, സാധ്യതയുണ്ട്. അത് ദൈവം മനുഷ്യനായി തുറന്നു വച്ചിരിക്കുകയാണ്. മനുഷ്യരക്ഷയ്ക്കുള്ള ഏക മാർഗം യേശുവിൻ്റെ പാപപരിഹാര ബലിയാണ്. യേശുവിലുള്ള വിശ്വാസത്താൽ ദൈവത്താൽ വീണ്ടും ജനനം പ്രാപിച്ച് ദൈവമക്കളാകാതെ മനുഷ്യന് രക്ഷയില്ല. ആഗ്രഹിക്കുന്ന ഏവർക്കും സ്വീകരിക്കാവുന്ന ദൈവത്തിൻ്റെ ദാനമാണ് ക്രിസ്തുവിലൂടെയുള്ള ഈ രക്ഷ. ആരോടും പക്ഷപാതം കാണിക്കാത്ത പരമാധികാരിയാണ് ദൈവം. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ് ഈ ദൈവം. പാപം ചെയ്ത് വീണുപോയ ദൂതന്മാർക്ക് ദൈവം രക്ഷ നൽകിയില്ല. കാരണം അവർ സ്വയമേയാണ് പാപം ചെയ്തത്. എന്നാൽ മനുഷ്യൻ്റെ കാര്യത്തിൽ അവർ സാത്താനാൽ വഞ്ചിക്കപ്പെട്ട് ശിക്ഷാവിധിയിൽ അകപ്പെട്ടതാണ്. മാത്രമല്ല, ആദി മാതാപിതാക്കൾ ഒഴികെ മറ്റെല്ലാ മനുഷ്യരും ജനിക്കുന്നതിന് മുമ്പ് തന്നെ വീണുപോയവരാണ്. അതിനാൽ നീതിമാനും ദയാലുവുമായ ദൈവം എല്ലാ മനുഷ്യർക്കും രക്ഷയ്ക്കുള്ള മാർഗം തുറന്നു. എല്ലാവർക്കും വിശ്വസിക്കാനും രക്ഷിക്കപ്പെടുവാനും അതിനാൽ അവസരം ദൈവം നൽകിയിട്ടുണ്ട്. എന്നാൽ ചിലർ മാത്രമാണ് ദൈവം നൽകിയിരിക്കുന്ന ഈ രക്ഷ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് വ്യത്യാസം. ദൈവം സർവത്തിൻ്റെയും സൃഷ്ടാവും പരമാധികാരിയുമാണ്. ശിക്ഷാവിധിയിൽ അകപ്പെട്ട മനുഷ്യവർഗത്തെ വേണമെങ്കിൽ ദൈവത്തിന് നശിപ്പിക്കാമായിരുന്നു. എന്നാൽ തൻ്റെ നീതിയിലും കരുണയിലും സ്നേഹത്തിലും
എല്ലാ മനുഷ്യർക്കും തങ്ങളുടെ ഭാവി നിർണയിക്കുവാനുള്ള അവസരം ദൈവം നൽകി. ദുഷ്ടന്മാരുടെ മേലും ശിഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും ഒരുപോലെ മഴ പെയ്യിക്കുന്നവനായ ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും എല്ലാവരുടെയും ആത്യന്തികമായ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ദൈവിക തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുവാൻ മനുഷ്യന് ഒരിക്കലും കഴിവില്ല. എങ്കിലും എന്തും പ്രവർത്തിക്കുന്ന സ്വേച്ഛാധികാരിയായി പരമാധികാരിയായി ദൈവത്തെ ചിത്രീകരിക്കുന്നത് ദൈവത്തിനെതിരെയുള്ള അപവാദമാണ്. ദൈവം തൻ്റെ അധികാരവും ശക്തിയും തൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായി ഒരിക്കലും ഉപയോഗിക്കില്ല. ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചില തെറ്റായ വാദങ്ങൾക്കെതിരെ നാം ജാഗ്രതയുള്ളവരായിരിക്കണം. കാരണം അവ തെറ്റാണ്. അവയെപ്പറ്റി ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ഞാൻ അല്പസമയമെടുക്കട്ടെ. ചിലരെ മാത്രം ദൈവം തിരഞ്ഞെടുത്തെന്നും അവർ മാത്രം രക്ഷിക്കപ്പെടുമെന്നും അവർ പാപം ചെയ്താലും അവർക്ക് രക്ഷ നഷ്ടമാകില്ലെന്നും തങ്ങൾ അപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുമുള്ള ചിലരുടെ ചിന്ത ബൈബിൾ പരമല്ല. അവരുടെ തെറ്റായ വാദം ഇപ്രകാരമാണ്: എല്ലാവരും പാപം ചെയ്ത് എന്നേക്കുമായി നരകശിക്ഷയിൽ അകപ്പെട്ടിരിക്കുമ്പോൾ ദൈവം തൻ്റെ പരമാധികാരത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ചിലരെ മാത്രം തിരഞ്ഞെടുത്തു. അവർക്ക് രക്ഷിക്കപ്പെടാതിരിക്കാനോ പാപം ചെയ്താലും രക്ഷ നഷ്ടമാക്കാനോ സാധ്യമല്ല. അവർ എന്നേക്കും സ്വർഗത്തിലായിരിക്കും. അതേസമയം തിരഞ്ഞെടുക്കപ്പെടാത്ത ചിലർക്ക് രക്ഷിക്കപ്പെടാനേ സാധ്യമല്ല. അവർ എന്നേക്കും നരകത്തിലായിരിക്കും. ഇതെല്ലാം തെറ്റായ ചിന്തകളാണ്, വാദങ്ങളാണ്. ഇതിന് ക്രിസ്തീയ വിശ്വാസത്തിലും ബൈബിളിലും യാതൊരു അടിസ്ഥാനവുമില്ല. അങ്ങനെ ചിന്തിച്ച് ക്രമമില്ലാതെ ജീവിക്കുന്നവർ വാസ്തവത്തിൽ ദുരുപദേശത്തിലാണ്. അവർ നരകത്തിൽ പോയി വീഴുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദൈവകൃപയോട് വിശ്വാസത്താൽ പ്രതികരിക്കാൻ മനുഷ്യൻ അപ്രാപ്തനാണെന്ന് വാദിക്കുന്ന മനുഷ്യൻ്റെ പൂർണ്ണ ധാർമ്മിക അധപ്പതന തത്വം, ദൈവം ചിലരെ മാത്രം നിരുപാധികം രക്ഷയ്ക്കായി മുൻനിയമിച്ചു തിരഞ്ഞെടുക്കുന്നു എന്ന് വാദിക്കുന്ന ദൈവത്തിൻ്റെ സ്വേച്ഛാധികാര തത്വം, യേശുവിൻ്റെ പാപപരിഹാര ബലി രക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന വാദം, രക്ഷിക്കപ്പെടുന്നവർക്ക് അവിശ്വസിക്കാനോ വിശ്വാസം ത്യജിക്കാനോ അസാധ്യമാണെന്ന വാദം എന്നിവയെല്ലാം വാസ്തവത്തിൽ ബൈബിൾ സത്യത്തിന് വിരുദ്ധമാണ്. ഇതെല്ലാം തെറ്റായിട്ടുള്ള ഉപദേശങ്ങളും പഠിപ്പിക്കലുകളുമാണ്. ഇതിലൊന്നും ആരും പെട്ടുപോകരുത് എന്ന് പറയുവാനാണ് അല്പസമയം ഞാൻ ഉപയോഗിക്കുന്നത്. അത്തരം തെറ്റായ ചിന്തകളുടെ കുടുക്കിൽ അകപ്പെട്ടു പോയാൽ നിത്യ ശിക്ഷയും നാശവും ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ബൈബിളിലെ പഠനങ്ങൾ വളരെ കൃത്യമായും സത്യസന്ധമായും തുറന്ന മനസ്സോടെയും നാം സ്വീകരിക്കണം. ദൈവം മനുഷ്യന് ലഭ്യമാക്കിയിരിക്കുന്ന രക്ഷയെയും തിരഞ്ഞെടുപ്പിനെയും ശരിയായി മനസ്സിലാക്കിയില്ലെങ്കിൽ ആത്മീയ വിഷയങ്ങളിൽ ഗൗരവമേറിയ തെറ്റുകൾ പറ്റുവാനുള്ള സാധ്യതയുണ്ട്. നിത്യജീവനായി ദൈവം നിരുപാധികം മുൻനിർണയിച്ചിരിക്കുന്ന ചിലരുടെ മാത്രം ഹൃദയദൃഷ്ടിയെ ദൈവം പ്രകാശിപ്പിച്ച് അവരെ യേശുവിലേക്ക് ആകർഷിച്ച് യേശുവിൽ വിശ്വസിക്കാൻ പ്രാപ്തരാക്കുന്നുവെന്നും തിരഞ്ഞെടുക്കപ്പെടാത്തവർക്ക് രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല എന്നുമുള്ള തത്വം അപകടകരമാണ്. കാരണം ഇതിൻ പ്രകാരം ദൈവം ചിലരെ തിരഞ്ഞെടുക്കുകയും ചിലരെ തള്ളിക്കളയുകയും ചെയ്യുന്നു. ചിലരെ വിശ്വസിക്കാൻ കഴിവുള്ളവരാക്കുന്നു, ചിലരെ ദൈവത്തെ അവിശ്വസിക്കാനും പാപം ചെയ്യാനും അനുവദിക്കുന്നു. അങ്ങനെ അവരെ നരകത്തിലേക്ക് അയക്കാൻ മുൻകൂട്ടി തീരുമാനിക്കുന്നു. ഇതെല്ലാം തെറ്റാണ്. ഇങ്ങനെ ദൈവത്തിൻ്റെ പരമാധികാരത്തിന് അമിത പ്രാധാന്യം കൊടുത്ത് ദൈവത്തിൻ്റെ സ്നേഹത്തെയും കരുണയെയും നീതിയെയും കുറച്ച് കാണിച്ച് ദൈവ സ്വഭാവത്തെ കോട്ടിക്കളയുന്ന തെറ്റായിട്ടുള്ള ചില ദൈവശാസ്ത്ര പഠനക്കാരുണ്ട്. അവരെ നാം സൂക്ഷിക്കണം. അത്തരം ചിന്താഗതികളിൽ നാം അകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ചു സമയം ഞാനതിനായിട്ടെടുത്തത്. അത്തരം ചിന്തകളൊന്നും സത്യാധിഷ്ഠിതമായ ചിന്തകളല്ല. നീതിമാനായ ദൈവം തുല്യ ശിക്ഷയിൽ അകപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും തുല്യ പരിഗണന കൊടുക്കുന്നില്ലെന്ന് വരുത്തി തീർക്കുന്ന ഇത്തരം തത്വങ്ങൾ ദൈവം നീതിമാനല്ലെന്നും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി നീതിയുള്ളതല്ലെന്നും ആരോപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ
ബൈബിൾ വിരുദ്ധമായ, ബൈബിളിൽ നിന്ന് തന്നെ ഉരുത്തിരിച്ചവരെടുത്ത് ദൈവത്തിനെതിരായി പ്രയോഗിക്കുന്ന ഇത്തരം ദുരുപദേശങ്ങൾ ദൈവത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങളായി നിലനിൽക്കുകയും അത് പാപമായി തീരുകയും അത്തരം ദുരുപദേശങ്ങളുള്ളവരിൽ സാത്താൻ പ്രവേശിച്ച് അവരെ നിത്യനാശത്തിലേക്ക് നടത്തുകയും ചെയ്യും. അങ്ങനെ വാദിക്കുന്നവർ തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും തങ്ങളോട് വിയോജിക്കുന്നവർ അജ്ഞരോ അവിശ്വാസികളോ ആണെന്നും അനുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആത്മീയ അഹങ്കാരത്തിന് വഴിയൊരുക്കുന്നു. അങ്ങനെ അത്തരക്കാർ തന്നെ നരകത്തിലെത്തും. ദൈവം അനന്തജ്ഞാനിയായതുകൊണ്ട് സംഭവിക്കുവാനിരിക്കുന്ന കാര്യങ്ങളും മുന്നറിയാതിരിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല. ദൈവം എല്ലാം അറിയുന്നവനാണ്. അതിനാൽ രക്ഷിക്കപ്പെടുന്നവർ ആരൊക്കെയാണെന്ന് ദൈവം മുന്നറിഞ്ഞിരിക്കുന്നു. അതാണ് മുന്നറിവ്. ദൈവം തൻ്റെ അനന്തജ്ഞാനത്താൽ തൻ്റെ രക്ഷയെ ആഗ്രഹിക്കുന്നവരെന്ന് മുന്നറിഞ്ഞവരെ യേശുവിനെ പോലെ ആയിത്തീരുവാൻ മുൻ നിയമിച്ചു. അങ്ങനെ മുൻ നിയമിച്ചവരെ ദൈവം സുവിശേഷം അറിയിച്ച് വിളിക്കുകയും നീതീകരിക്കുകയും മഹത്വീകരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരായി തീരുവാനുള്ള സ്വാതന്ത്ര്യവും അവസരവും ദൈവം എല്ലാവർക്കും നൽകുന്നു. ദൈവത്തിൽ അനീതിയില്ല, ദൈവപ്രവൃത്തിയിൽ അന്യായമില്ല. മനുഷ്യരക്ഷയ്ക്കുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. ദൈവം എല്ലാ മനുഷ്യരെയും രക്ഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് പക്ഷപാതമില്ല. ദൈവം തൻ്റെ രക്ഷ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ദൈവം ചിലരെ മാത്രം രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തുന്നോ അവരുടെ മാത്രം പേരുകൾ അനാദി മുതൽ ജീവപുസ്തകത്തിൽ എഴുതിയെന്നോ അവർക്ക് ദൈവത്തെ നിരസിക്കാൻ കഴിയില്ലെന്നോ രക്ഷ നഷ്ടപ്പെടില്ലെന്നോ ബൈബിൾ പറയുന്നില്ല, പഠിപ്പിക്കുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. ശിക്ഷാവിധിയിലായിരിക്കുന്ന എല്ലാ പാപികളെയും ദൈവം സ്നേഹിക്കുന്നു. അവരെ എല്ലാവരെയും ദൈവം ഒരുപോലെ കാണുന്നു, ഇടപെടുന്നു. ആർക്കും പ്രത്യേകമായ പരിഗണന കൊടുത്ത് ദൈവം പക്ഷപാതം കാണിക്കുന്നില്ല. പക്ഷപാതം കാണിക്കുന്നത് പാപമാണ്. ദൈവത്തിന് പക്ഷപാതമില്ല. ദൈവം മുൻനിർണയിച്ച തൻ്റെ പദ്ധതിയോട് സ്വതന്ത്ര മനസ്സോടെ സഹകരിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാകുവാൻ ആർക്കും സാധിക്കും. ഏതു മനുഷ്യനും സാധിക്കും. എന്നാൽ ഈ തിരഞ്ഞെടുപ്പും മുൻനിർണയവും എന്നൊക്കെയുള്ള വിഷയങ്ങൾ മനസ്സിലാക്കുവാൻ അല്പം പ്രയാസമുള്ളതും പൊതുവെ തെറ്റിദ്ധരിക്കപ്പെടുന്നതുമായ വിഷയങ്ങളാണ്. ദൈവം മുൻനിർണയിച്ചത് മനുഷ്യരക്ഷയ്ക്കുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി മാത്രമാണ്. ആരൊക്കെ സ്വർഗത്തിൽ പോകണം, ആരൊക്കെ നരകത്തിൽ പോകണം എന്നിങ്ങനെ മനുഷ്യൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും സ്വതന്ത്ര മനസ്സിനെയും നിഷേധിക്കുന്ന രീതിയിൽ ദൈവം മുൻനിർണയം നടത്തിയിട്ടില്ല. എന്നാൽ തൻ്റെ പദ്ധതിയുമായി സഹകരിക്കുന്നവർക്കും സഹകരിക്കാത്തവർക്കും അവരുടെ പ്രതികരണത്തിൻ്റെ അളവിനനുസരിച്ച് തക്ക പ്രതിഫലം ദൈവം മുൻനിർണയിച്ചിരിക്കുന്നു. അതായത് മനുഷ്യന് സ്വതന്ത്ര മനസ്സ് നൽകിയാൽ സംഭവിക്കാൻ സാധ്യതയുള്ളതിനെ സംഭവിക്കുവാൻ ദൈവം മുൻകൂട്ടി അനുവദിച്ചതാണ് മുൻനിർണയം. ദൈവം അനാദി മുതലേ മുൻനിർണയിച്ച തൻ്റെ രക്ഷാകര പദ്ധതിയോട് തങ്ങളുടെ ജീവിതകാലത്തിൽ സഹകരിക്കുന്നവർ രക്ഷിക്കപ്പെടുന്നു, അല്ലാത്തവർ ശിക്ഷിക്കപ്പെടുന്നു. മുൻനിർണയിക്കപ്പെട്ടത് പ്രഥമമായും പദ്ധതിയാണ്, വ്യക്തികളോ വ്യക്തികളുടെ പ്രവൃത്തികളോ അല്ല. അത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിലുള്ള കാര്യമാണ്. മനുഷ്യരക്ഷയുടെ ആദ്യ പടി എടുത്തത് രക്ഷാകര പദ്ധതി നൽകിയ ദൈവമാണ്. ദൈവത്തിൻ്റെ പദ്ധതിയോട് മനുഷ്യൻ സ്വതന്ത്ര മനസ്സാൽ സഹകരിക്കുകയാണ് ചെയ്യേണ്ടത്. വിശ്വസിക്കുന്നവർ തിരഞ്ഞെടുക്കപ്പെടുന്നു, തിരഞ്ഞെടുക്കപ്പെടുന്നവരല്ല വിശ്വസിക്കുന്നത്. ദൈവം ദാനമായി നൽകിയ രക്ഷയിലേക്ക് ഒരു വ്യക്തി തിരഞ്ഞെടുക്കപ്പെടുന്നത് ആ വ്യക്തിയുടെ തന്നെ ഉത്തരവാദിത്വമാണ്. പൂർവനിത്യത മുതൽ ദൈവത്തിന് തൻ്റെ പദ്ധതിയുണ്ട്. തൻ്റെ പദ്ധതി പ്രകാരം ദൈവം എല്ലാവരെയും ന്യായം വിധിക്കും.
ദൈവത്തിൻ്റെ പദ്ധതിയോട് സഹകരിക്കുന്നവർ ആരൊക്കെയായാലും അവർ രക്ഷിക്കപ്പെടുന്നു. സഹകരിക്കാത്തവർ ആരൊക്കെയായാലും അവർ ശിക്ഷിക്കപ്പെടുന്നു. ആഗ്രഹമുള്ള ആർക്കും ദൈവത്തിൻ്റെ പദ്ധതിയോട് സ്വതന്ത്രമായി സഹകരിക്കുവാൻ കഴിയും. ദൈവം പക്ഷപാതപരമായി ചിലരെ രക്ഷയ്ക്കായും മറ്റു ചിലരെ ശിക്ഷയ്ക്കായും തിരഞ്ഞെടുക്കുന്നില്ല. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നതാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. എന്നാൽ രക്ഷിക്കപ്പെടാനുള്ള തീരുമാനം ഓരോരുത്തരും വ്യക്തിപരമായി എടുക്കണം. അവരവർ അതിനായി ആഗ്രഹിക്കണം. അവരവരുടെ ഹിതത്തിന് വിരുദ്ധമായി ദൈവം ആരെയും രക്ഷിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുമെന്നതിന് യാതൊരു തെളിവും ബൈബിളിലില്ല. സ്വതന്ത്ര മനസ്സുള്ള മനുഷ്യൻ്റെ പ്രവൃത്തികൾ ദൈവം മുൻ നിശ്ചയിക്കുകയില്ല, മുൻ നിർണയിക്കുകയില്ല, മുൻ നിയമിക്കുകയില്ല. കാരണം അപ്രകാരം മുൻ നിർണയിച്ചാൽ സ്വതന്ത്ര മനസ്സിന് പ്രസക്തിയില്ലാതായിത്തീരും. അത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് ലംഘനമാണ്. മനുഷ്യന് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളത് ദൈവം തന്നെയാണ് ഏറ്റവും അധികമായി ചെയ്തിരിക്കുന്നത്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ഏറ്റവും അധികം മാനിക്കുന്നത് ദൈവമാണ്. വിശ്വസിക്കുവാൻ തയ്യാറല്ലാത്തവരുടെ മനസ്സിനെ സാത്താൻ അന്ധമാക്കും. അങ്ങനെ സുവിശേഷം ലഭിക്കാതെ അവർ നശിച്ചു പോകും. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി എന്നാണ് ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നത്. മനുഷ്യന് ദൈവത്തിൻ്റെ രക്ഷയെ തിരഞ്ഞെടുക്കുവാനുള്ള കഴിവുണ്ട്. വിളിക്കപ്പെട്ടവർ അനേകമെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. ആ വസ്തുത തെളിയിക്കുന്നത് വിളിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും തങ്ങൾക്ക് ലഭിച്ച വിളിയോട് ശരിയായ വിധത്തിൽ പ്രതികരിക്കുവാൻ കഴിവുണ്ടായിരുന്നിട്ടും പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. മനുഷ്യൻ്റെ സമ്മതമില്ലാതെ ദൈവത്തിന് സ്വതന്ത്ര മനസ്സുള്ളവനായ മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. ദൈവം സ്വർഗത്തിൽ പോകാനോ നരകത്തിൽ പോകാനോ ആരെയും നിർബന്ധിക്കില്ല. മനുഷ്യൻ്റെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് കൂടാതെ രക്ഷ സാധ്യമാകില്ല. എന്നാൽ മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രം രക്ഷ സാധ്യമാവുകയുമില്ല. ദൈവം രക്ഷ നൽകിയെങ്കിലേ മനുഷ്യന് രക്ഷ പ്രാപിക്കുവാൻ കഴിയും. ദൈവം രക്ഷിക്കാനായി കരം നീട്ടുമ്പോൾ അതിനോട് പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുന്നവരെ ദൈവം രക്ഷിക്കില്ല. ദൈവം കരം നീട്ടുമ്പോൾ ആ രക്ഷ ആഗ്രഹിക്കുവാനും സ്വീകരിക്കുവാനുമുള്ള സമ്മതം മനുഷ്യന് ഉണ്ടെങ്കിലേ രക്ഷ കൊടുക്കുവാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ ദൈവത്തിനായി ആഗ്രഹിക്കുവാൻ മനുഷ്യാത്മാവിന് കഴിവുണ്ട്. പാപം ചെയ്യുന്ന ആത്മാവ് മരിക്കും എന്നത് ദൈവിക നിയമമാണ്. മനുഷ്യൻ്റെ ആത്മാവ് പാപത്താൽ മരിച്ചു. അതായത് മനുഷ്യൻ്റെ ആത്മാവിന് ദൈവവുമായുള്ള കൂട്ടായ്മയും ബന്ധവും നഷ്ടമാവുകയും ദൈവത്തിൽ നിന്ന് വേർപെട്ട് അകന്നു പോവുകയും ചെയ്തു. അതാണ് മനുഷ്യൻ്റെ ആത്മീയ മരണത്തിൻ്റെ അർത്ഥം. നേരെ മറിച്ച് മനുഷ്യൻ്റെ ആത്മാവ് പ്രവർത്തനരഹിതമാണെന്നോ പാപികളെല്ലാം വിശ്വസിക്കാനും അനുദപിക്കാനും അനുസരിക്കാനും കഴിവില്ലാത്ത നിർജീവരാണെന്നോ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ദൈവം മനുഷ്യന് കൽപ്പനകൾ കൊടുത്തത് അവ അനുസരിക്കുവാനുള്ള കഴിവ് മനുഷ്യന് ഉള്ളതുകൊണ്ടാണ്. മനുഷ്യാത്മാവിന് തൻ്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കാനും ദൈവത്തിനായി ആഗ്രഹിക്കാനും ദാഹിക്കാനും ദൈവത്തെ അന്വേഷിക്കാനും എല്ലാം കഴിയും. തന്നെ അന്വേഷിക്കുന്നവരുണ്ടോ എന്നറിയുവാൻ യഹോവയുടെ കണ്ണ് ഭൂമിയിലെല്ലാം ഊടാടിക്കൊണ്ടിരിക്കുന്നുവെന്നും എനിക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്നും അന്വേഷിക്കുന്നവൻ കണ്ടെത്തുമെന്നും എല്ലാം ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നു. സത്യസന്ധതയോടെ ദൈവത്തെ അന്വേഷിക്കുന്നവരെ പിതാവ് യേശുവിലേക്ക് ആകർഷിക്കുന്നു. അപ്രകാരം പിതാവ് ആകർഷിച്ചാൽ മാത്രമേ ഒരാൾക്ക് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും രക്ഷ പ്രാപിക്കുവാനും കഴിയും. യേശുവിലേക്ക് ഒരുവനെ ആകർഷിക്കുക എന്നത് ദൈവിക പ്രവൃത്തിയാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് സുവിശേഷം കേൾക്കാനും ദൈവം അവസരമൊരുക്കി കൊടുക്കും. കേട്ടവർ കൂടുതൽ മനസ്സിലാക്കുവാൻ ദൈവം അവരുടെ ഹൃദയം തുറന്നു കൊടുക്കും. ഒരുവൻ സത്യസന്ധതയോടെ സുവിശേഷം കേട്ട്
ദൈവത്തിൻ്റെ രക്ഷ സ്വീകരിക്കുവാൻ തയ്യാറാകുമ്പോൾ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവം അയാൾക്ക് വിശ്വാസം ദാനമായി നൽകുന്നു. എന്നാൽ വിശ്വസിക്കുക എന്നത് മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട ആത്മീയ പ്രവൃത്തിയാണ്. അനുതാപം ദൈവത്തിൻ്റെ ദാനമാണ്. എന്നാൽ അനുതപിക്കുക എന്നത് മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട ആത്മീയ പ്രവൃത്തിയാണ്. വിശ്വസിക്കുന്നവനെ അവൻ്റെ ആത്മീയ അവസ്ഥ അനുസരിച്ച് ദൈവം വിശ്വാസത്തിൽ നിലനിർത്തുന്നു. പിന്മാറ്റക്കാരെ വിശ്വാസത്തിൽ നിലനിർത്താമെന്ന വാഗ്ദാനം ദൈവം നൽകുന്നില്ല. അങ്ങനെ മനുഷ്യൻ്റെ രക്ഷ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആഴമായ സഹകരണത്തിൻ്റെ ഫലമാണ് എന്ന് വ്യക്തമാകുന്നു. മനുഷ്യന് സ്വയമായി രക്ഷ പ്രാപിക്കുവാൻ കഴിയില്ല. എന്നാൽ ദൈവം ദാനമായി നൽകിയിരിക്കുന്ന രക്ഷ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വതന്ത്ര മനസ്സിൻ്റെ കഴിവ് മനുഷ്യനുണ്ട്. രക്ഷിക്കപ്പെടണമോ വേണ്ടയോ എന്ന് ഓരോരുത്തരും തീരുമാനിക്കണം. ദൈവം മനുഷ്യനു വേണ്ടി മുൻ നിർണയിച്ചിരിക്കുന്ന രക്ഷാകര പദ്ധതിയെ നിരസിക്കുന്നവർ ശിക്ഷിക്കപ്പെടും. മനുഷ്യൻ്റെ രക്ഷ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രമാണെന്നോ മനുഷ്യന് അതിൽ പങ്കൊന്നുമില്ലെന്നോ ബൈബിൾ പറയുന്നില്ല, സൂചിപ്പിക്കുന്നു പോലുമില്ല. മനുഷ്യരക്ഷയ്ക്കുള്ള ആദ്യപടിയായ രക്ഷാകര പദ്ധതി തയ്യാറാക്കിയത് ദൈവമാണ്. ആ പദ്ധതി ഒരു ഉടമ്പടിയാണ്. ഈ ഉടമ്പടിയുടെ വിജയത്തിന് ഇരു കൂട്ടരുടെയും സഹകരണം ആവശ്യമാണ്. ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ദൈവം മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്ത് രക്ഷാകര മാർഗം ക്രിസ്തുവിലൂടെ തുറന്നുകൊടുത്തു. മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് മനുഷ്യൻ ആ പദ്ധതി സ്വീകരിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യണം. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമിട്ടത് ദൈവമാണ്. എന്നാൽ വിശ്വസിക്കുക എന്ന ആത്മീയ പ്രവൃത്തി ഉണ്ടാകേണ്ടത് മനുഷ്യൻ്റെ ഭാഗത്ത് നിന്നാണ്. ദൈവം മനുഷ്യന് വേണ്ടി മുൻ നിർണയിച്ചിരിക്കുന്ന രക്ഷാകര പദ്ധതിയെ അംഗീകരിച്ച് വിശ്വസിച്ച് അനുസരിച്ച് സഹകരിക്കുന്നവർ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായിത്തീരുന്നു. എന്നാൽ എല്ലാ മനുഷ്യരും മനുഷ്യരക്ഷയ്ക്കായുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെ തിരഞ്ഞെടുക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല. അതിനാൽ എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ല. അപ്പോൾ രക്ഷാകര പദ്ധതിയുമായി ദൈവഹിതപ്രകാരം സഹകരിക്കുന്നവരെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ടവരായി തീരുന്നു എന്നതാണ് ദൈവത്തിൻ്റെ മുൻ നിർണയം. ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ ദൈവം ഒരുക്കിയ രക്ഷാകര പദ്ധതിയെ അംഗീകരിച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ രക്ഷിക്കാനും വിശ്വസിക്കാത്തവരെ അവരുടെ ഹിതപ്രകാരം തന്നെ ദൈവത്തിൽ നിന്ന് അകന്നു വസിക്കാനും അനുവദിക്കുകയാണ് ദൈവം ചെയ്തത്. ദൈവം ഒരിക്കലും ആരെയും തന്നിൽ വിശ്വസിക്കുന്നതും രക്ഷ പ്രാപിക്കുന്നതും ഒരു തരത്തിലും തടഞ്ഞിട്ടില്ല, നിർബന്ധിക്കുന്നുമില്ല. തൻ്റെ പദ്ധതിയെ അംഗീകരിച്ച് രക്ഷ പ്രാപിക്കാനോ പദ്ധതിയെ നിരസിച്ച് ശിക്ഷ സ്വീകരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് നൽകി. ദൈവം തൻ്റെ പദ്ധതിയിൽ ആരെയും അവഗണിച്ചിട്ടില്ല. നേരെ മറിച്ച് എല്ലാവർക്കും ദൈവമക്കളെന്ന ഉന്നതമായ സ്ഥാനമാണ് ദൈവം വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്നാൽ ചിലർ മാത്രം അത് സ്വീകരിക്കുന്നു, ചിലർ അതിനെ നിരസിക്കുന്നു. രക്ഷയിലേക്കുള്ള മനുഷ്യൻ്റെ മുന്നേറ്റത്തിൽ ദൈവഹിതത്തോടുള്ള മനുഷ്യൻ്റെ മനോഭാവം അനുസരിച്ചാണ് ദൈവം സഹകരിക്കുന്നത്. നാം ദൈവത്തോട് അടുക്കുമ്പോൾ ദൈവം നമ്മോട് അടുത്ത് വരും. ദൈവം ഓരോ വ്യക്തിയെയും ഉപയോഗിക്കുന്നതും അനുഗ്രഹിക്കുന്നതും അവരുടെ മനോഭാവം ദൈവഹിതപ്രകാരമായിത്തീരുന്നതിന് അനുസരിച്ചാണ്. ക്രിസ്തുവിൻ്റെ മരണവും സുവിശേഷവും മാനസാന്തരത്തിനും രക്ഷയ്ക്കുമുള്ള ആഹ്വാനവുമെല്ലാം സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്, അല്ലാതെ ചില തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല. ക്രിസ്തുവിലുള്ള രക്ഷ എല്ലാ മനുഷ്യർക്കും വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അത് സ്വീകരിക്കുവാൻ എല്ലാവർക്കും കഴിയുമെന്നതാണ്. നൽകിയ ദൈവകൃപയോട് സഹകരിക്കുവാൻ മനുഷ്യന് കഴിയുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നത് കൊണ്ടാണ് ദൈവം മനുഷ്യന് കൃപ നൽകിയത്.
സ്വീകരിക്കാൻ കഴിയാത്തത് കൊടുക്കുന്നത് സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കുന്നതല്ല. മനുഷ്യന് രക്ഷാമാർഗമുണ്ടാക്കാൻ പറ്റില്ലെങ്കിലും ദൈവം കൃപയാൽ യേശുവിൽ നൽകിയ രക്ഷയോട് വിശ്വാസത്താൽ സഹകരിക്കാനും അവിശ്വാസത്താൽ നിസ്സഹകരിക്കുവാനും മനുഷ്യന് കഴിയും എന്നുള്ളതാണ് വസ്തുത. നരകത്തിൽ ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തിക്ക് ഒത്ത ശിക്ഷ ലഭിക്കുന്നതിൻ്റെ കാരണം അവർ തങ്ങളുടെ സ്വതന്ത്ര മനസ്സിനെ വ്യത്യസ്ത അളവിൽ ഉപയോഗിച്ചതാണ്. മനുഷ്യന് സ്വതന്ത്ര മനസ്സിനെ ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് വാദിക്കുന്നത് മനുഷ്യൻ്റെ തിന്മയുടെ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ മേൽ ആരോപിക്കുന്നതിന് തുല്യമാണ്. രക്ഷയിൽ ദൈവകൃപയ്ക്കും മനുഷ്യൻ്റെ സ്വതന്ത്ര തീരുമാനത്തിനും വളരെ പ്രസക്തിയുണ്ട്. ദൈവത്തിൻ്റെ കൃപ അടങ്ങിയിരിക്കുന്നത് യേശുവിൻ്റെ പരിഹാര ബലിയിലൂടെ മനുഷ്യരക്ഷയ്ക്ക് ഏകമാർഗമുണ്ടാക്കി കൊടുത്തതിലാണ്. അതിനാലാണ് കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. മനുഷ്യൻ പാപത്താൽ വീണുപോയെങ്കിലും നന്മ ചെയ്യുവാനുള്ള കഴിവ് പൂർണ്ണമായും നശിച്ചിട്ടില്ല. എന്നാൽ രക്ഷ പ്രാപിക്കാൻ മാത്രം നന്മ അവൻ്റെ നന്മ പ്രവർത്തികൾക്കില്ല. അതിനാൽ രക്ഷ നന്മ പ്രവർത്തികളാലല്ല, മറിച്ച് വിശ്വാസത്താലാണ്. കാരണം രക്ഷയ്ക്കായി വിശ്വസിക്കുവാൻ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ കഴിയും. അതിനാൽ രക്ഷയ്ക്കുള്ള വ്യവസ്ഥയായി വിശ്വാസത്തെ നിയമിച്ചതിൽ ദൈവനീതിയുണ്ട്. മനുഷ്യൻ ദൈവകൃപയിൽ നിന്ന് പാപത്തിലേക്ക് വീണുപോയതിന് കാരണമായത് ദൈവത്തിലുള്ള അവൻ്റെ അവിശ്വാസവും അനുസരണക്കേടുമാണ്. ആ വീഴ്ചയിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവം മനുഷ്യനിൽ നിന്ന് വിശ്വാസത്തെയും അനുസരണത്തെയും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിശ്വാസത്താൽ ദൈവകൃപയോട് സഹകരിക്കുന്നവർ രക്ഷ പ്രാപിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽപ്പെടുന്നു. വിശ്വാസി യേശുവിനെയല്ല, യേശു വിശ്വാസിയെയാണ് തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുപ്പ് ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണ്. ഈ ക്രിസ്തുവിൽ വിശ്വസിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.